ഇന്നലെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന സലീം കുമാർ മരിച്ച ഒരു ദിവസമായിരുന്നു. അദ്ദേഹത്തിന്റെ തമാശയൊക്കെ നമ്മൾ ജീവിതത്തിലെ ഒരു ദിവസം ഒരിക്കലെങ്കിലും പറയാതിരിക്കില്ല. അങ്ങനത്തെ തമാശകളാണ് ചെയ്തു വെച്ചിട്ട് പോയ അത്രയും ഒരു ലെജൻഡ് എന്നൊക്കെ പറയാം. പക്ഷെ ആ ഒരു ലെജൻഡായ സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങുകൾ നടന്ന ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഓൺലൈൻ മീഡിയക്കാരെ അകത്ത് കയറ്റരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഇവന്മാര് ഈ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് പണ്ട് നടന്നവന്മാരൊക്കെ ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ മതി, ആ സ്മാർട്ട് ഫോണിൽ നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒരു മീഡിയം റേഞ്ചിനുണ്ടായാൽ മതി, അതും പൊക്കി പിടിച്ചുകൊണ്ട് കണ്ടടത്തൊക്കെ നിറങ്ങി തന്നെയാണ് ഇവന്മാർ കയറി ഇറങ്ങി മനുഷ്യനെ ഒന്ന് സ്വൈര്യമായിട്ടൊന്ന് പൊട്ടിക്കരയാൻ പോലും അവിടെ പറ്റാത്ത അവസ്ഥ. ഒരു സഹി കെട്ടപ്പോൾ അവിടെ സലീം കുമാറിന്റെ മകനായ ചന്തു വളരെയധികം ദേഷ്യപ്പെട്ട് മാധ്യമക്കാരോടൊക്കെ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇവിടെ നിലരെ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. എന്താണ് നിങ്ങൾക്കൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു. പക്ഷേ ഇതിനെ പലരും മോശമായിട്ടാണ് കമന്റ് ചെയ്യുന്നത്. ആ കമന്റ് ചെയ്യുന്ന കുറെ ഊളകളുണ്ട്. മരിച്ചു കിടക്കുന്നത് അവന്റെ അച്ഛനാണ് എന്നൊരു ബോധമെങ്കിലും നിങ്ങൾക്ക് വേണം. ആ മാധ്യമക്കാരോടൊക്കെ ഇറങ്ങി പോകാൻ വളരെയധികം ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രേ ചെയ്തുള്ളൂ എന്ന് വിചാരിച്ചോളാം ആ ഒരു മാനസികാവസ്ഥയിൽ. ഇങ്ങനെയുണ്ടോ മലയാളികളെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവിടെ പലരുടെയും പെരുമാറ്റം. മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ പറഞ്ഞു, പിഷാരടി പറഞ്ഞു, ഒരുപാട് സിനിമാ നടന്മാർ ഇവരെ വിലക്കി, കുറച്ചെങ്കിലും സ്പേസ് കൊടുക്കണം, അറ്റ്ലീസ്റ്റ് അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാനെങ്കിലും ഉള്ള ഒരു സ്പേസ് കൊടുക്കണം എന്നൊക്കെ. ഇവന്മാരകത്ത് കയറ്റിയതാണ് ആദ്യത്തെ തെറ്റ്. ഇതിന്റെ ഇടയിൽ കൂടെ വേറെ കുറെ എണ്ണം സെൽഫി എടുക്കാൻ വേണ്ടി വരുന്ന സെലിബ്രിറ്റീസിനുണ്ട്. ഇത് നീയൊക്കെ മനുഷ്യൻ തന്നെയാടാ. നടൻ ദിലീപിന്റെ അടുത്തൊക്കെ പോയാണ് സെൽഫി എടുക്കുന്നത്. ദിലീപ് ആയതുകൊണ്ടൊന്നും പറഞ്ഞില്ല, വേറെ ആരാണെങ്കിൽ കാരണം അടിച്ചു പൊളിച്ചാല്. ഇമാതിരി ഭ്രാന്തന്മാരെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. ഇങ്ങനെയുണ്ടോ മലയാളികൾ? അടുത്തവന്റെ മനസ്സെന്താണ്, മാനസികാവസ്ഥ എന്താണ്, അവൻ ഏതൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവന്മാർ. ഗൈസ്, ഇനി ഞാൻ ഇതിനെക്കുറിച്ച് വല്ലതൊക്കെ പറഞ്ഞാൽ തെറി വിളിച്ചു പോകും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യുക.